സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ജീവിതത്തിൽ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഒന്ന് വിചാരിക്കുക, ഏതാണോ ഒന്നാമത്തേതാണോ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ രണ്ടാമത്തേതാണോ തിരഞ്ഞെടുത്തതെന്ന് മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നിങ്ങൾ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കണ്ണടച്ചിരുന്ന് ഇത് ധ്യാനത്തോടു കൂടി നിങ്ങളുടെ ഭഗവാനെ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് കേൾക്കുക. നമുക്ക് ഈ 2024 നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. നിങ്ങൾ ഒന്നാമത്തേതാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയിലൊക്കെ പ്രവേശിക്കാനുള്ള അവസരമുണ്ടാകും. അതോടൊപ്പം തന്നെ ചില വിലപ്പെട്ട സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ട് പകുതിയായി ഈ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയ ചില വ്യക്തികളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ പ്രവർത്തികളൊക്കെ വീണ്ടും ആരംഭിക്കാനും അതോടൊപ്പം തന്നെ അത് മുഴുവിപ്പിക്കാനും തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ല നേട്ടങ്ങളൊക്കെ കാണപ്പെടുന്ന ഒരു വർഷമാണ്. വ്യാപാരത്തിൽ വേണ്ടത്ര പുരോഗതിയൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ കച്ചവടക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കച്ചവടമൊക്കെ ചെറിയ മന്ദഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരുന്നത് എങ്കിൽ പ്രസ്തുത കച്ചവടങ്ങളെല്ലാം തന്നെ ഒരു പുരോഗതിയിലേക്ക് നീങ്ങുകയും എന്തെന്നില്ലാത്ത ഒരു പെട്ടെന്ന് തന്നെ ഒരു കച്ചവടത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുകയും ആ മാറ്റം നിങ്ങളെ ഒരു വളർച്ചയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭാര്യയുടെ സമ്പത്തൊക്കെ അനുഭവ യോഗ്യമാകാനുള്ള യോഗമുള്ള ഒരു വർഷമാണ് ഇത്. അതുപോലെ തന്നെ പുത്തൻ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് കച്ചവടങ്ങളൊക്കെ നടത്തും. അതുപോലെ തന്നെ പുതുവസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ യോഗമുണ്ട്. 2024 വർഷം എന്ന് പറയുന്നത് ഇത് സെലക്ട് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു വർഷമായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പഴയ ധാരാളം കടങ്ങളൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കടങ്ങളൊക്കെ ഒരു പരിധിവരെ വീട്ടുന്നതിനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ഉന്നതി ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷവും ഊർജ്ജസ്വലതയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉദ്ദേശിക്കാത്ത സന്ദർഭങ്ങളിൽ ഒക്കെ ദൂരയാത്രയൊക്കെ ആവശ്യമായി വരികയും പ്രസ്തുത യാത്ര കൊണ്ട് വളരെയധികം പ്രയോജനങ്ങൾ ലഭിക്കുകയും സാമ്പത്തികമായ ഉന്നതികളൊക്കെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പ്രസ്തുത യാത്ര കൊണ്ട് വളരെയധികം പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിൽ പ്രത്യേകമായ ഒരു ഉയർച്ച ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ 2024 വർഷത്തിൽ ബിസിനസ്സിലൊക്കെ നന്നായ ഒരു ഉയർച്ച ഉണ്ടാവുകയും അതുപോലെ തന്നെ കുടുംബ സ്വത്തൊക്കെ ഉള്ളവരെ സംബന്ധിച്ചുള്ള അത് ഭാഗം വയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ കാലമായിട്ട് സാധിക്കാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭാഗം വയ്ക്കാനുള്ള നടപടികളൊക്കെ കൈക്കൊള്ളാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവനവൻ പരിശ്രമിക്കുന്ന, അതായത് നമ്മൾ എത്രയധികം പരിശ്രമിച്ചിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ വിജയവും ഉണ്ടാകാത്തവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കാനും പേരും പെരുമയൊക്കെ നിലനിർത്തുന്നതിനും പല ത്യാഗങ്ങളൊക്കെ സഹിക്കുകയും ഒക്കെ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ത്യാഗങ്ങളൊക്കെ സഹിച്ചതിനൊക്കെ ഫലപ്രാപ്തി ഈ 2024 തങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളിലാണോ തങ്ങൾ കഷ്ടതകൾ അനുഭവിച്ചത് അല്ലെങ്കിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ദുഃഖങ്ങളും ദുരിതങ്ങൾക്കെല്ലാം തന്നെ അറുതി വരുത്താൻ പോകുന്ന ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. എല്ലാ രംഗങ്ങളിലും തങ്ങളുടെ കർമ്മശേഷി പ്രദർശിപ്പിക്കും. അതുപോലെ തന്നെ ശത്രുക്കളുടെ മേൽ വിജയം കണ്ടെത്തും. എന്നാലും എല്ലാ ആഗ്രഹങ്ങളും തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലീകരിക്കാൻ ഒരു പരിധി വരെ സഫലീകരിക്കാൻ കഴിയുന്ന
ഒരു വർഷമാണ് ഈ ഒന്നാമത്തെ തുളസി പൂവ് തിരഞ്ഞെടുത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. രണ്ടാമത്തത് ചെമ്പരത്തിപ്പൂവാണ്. അത് ചെമ്പരത്തിപ്പൂവ് തിരഞ്ഞെടുത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഈ 2024 ഉണ്ടാകാൻ പോകുന്നത്. അതായത് തങ്ങൾക്ക് ഇടപെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ വിജയം എത്തിയില്ല എങ്കിൽ പോലും വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ തെളിയുന്ന ഒരു വർഷമാണ്. അപ്പോൾ പലവിധ ശത്രുദോഷങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു വർഷമായതിനാൽ ഈ വർഷത്തിൽ നിങ്ങൾക്ക് ഈ ശത്രുദോഷങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പുരോഗതിയിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വിവാഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. പുതിയ കരാറുകളൊക്കെ ഏറ്റെടുക്കുക വഴി സാമ്പത്തിക നില ഭദ്രമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് അടിസ്ഥാനത്തിലൊക്കെ ചില വ്യാപാരങ്ങളൊക്കെ ആരംഭിക്കുന്ന ഒരു വർഷമാണ് 2024. പ്രവർത്തന രംഗത്ത് അധികാരം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സേവനപരമായ പ്രവർത്തനങ്ങൾക്ക് സംഘടനകളുമായിട്ട് അതുപോലെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വിചാരിക്കാത്ത സന്ദർഭത്തിൽ ജോലിയിലൊക്കെ പ്രവേശിക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാകും. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശത്രുദോഷമൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നതിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ഈ തങ്ങൾക്കുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെ എല്ലാം തന്നെ തട്ടി നീക്കി മുമ്പോട്ട് പോകുന്നതിനും അതുപോലെ തന്നെ നല്ല ഉയർച്ചയിലേക്ക് എത്തുന്നതിനും സാധിക്കുന്ന ഒരു വർഷമാണ്. പക്ഷേ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേക തടസ്സങ്ങളെയൊക്കെ തന്നെ തട്ടിമാറ്റി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി നന്നായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വേണ്ട വഴിപാടുകളൊക്കെ തന്നെ നടത്തിയാൽ നല്ല വിജയത്തിലേക്ക് പോകുന്ന ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ 2024 ഒരു നല്ല പുരോഗതിയുള്ള ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.